ഹായ് ഗെയ്സ്, നമസ്കാരം. ഞാൻ ഇങ്ങനെ ഈ രാവിലെ ഇപ്പോൾ നല്ല നേരം വെളുത്ത് വരുന്ന സമയമാണ്. ഇതുണ്ടോ, സൂര്യൻ ഉദിച്ചു. പക്ഷെ അതിന് മുമ്പ് ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ടെസ്റ്റിന് വേണ്ടി ഞാനൊരു കിളികൾക്ക് വേണ്ടി ഒരു കൂട് ഇവിടെ നിർമ്മിച്ചിരുന്നു. അപ്പം ആ കിളി വരുമോ, വയൽക്കിളി വരുമോ ഇല്ലയോ എന്ന് ഞാൻ ആക്ച്വലി ഇത് വെച്ചിട്ട് ഒരു 2 മാസമായി. പക്ഷേ ഇതുവരെ ഒരു കിളിയും വന്നിട്ടില്ല. ഈ 2 മാസത്തിന് ശേഷം ഇന്ന് ആ വയൽക്കിളി ഇവിടെ വന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. അതായത് നമ്മൾ രാവിലെയാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇട്ടേക്കുന്നത് തെനയാണ്. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. പക്ഷേ കിളികൾ വന്നിപ്പം അന്ന് ചെയ്യുമ്പോൾ കിളികൾ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കിളികൾ വന്നത് കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഞാനതിൻ്റെ വിഷ്വൽ നിങ്ങളെ കാണിച്ചു തരാം. എല്ലാവർക്കും ഒരു ഹാപ്പി ഗുഡ് മോർണിംഗ്. ചെല്ലക്കിളി കൈ സേരുമടി ഇപ്പം ഞാൻ ഇതിനോട് തൊട്ടടുത്ത് നിൽക്കുകയാണ്. പക്ഷേ എന്നെ ഒരു പേടിയില്ലാതെ അതെൻ്റെ മുന്നിൽ തന്നെ വന്നതെന്ന് പറന്ന് നിന്ന് അതിലിരുന്ന് കഴിക്കുന്നതാണ് നമ്മൾ. ഞാനിപ്പോൾ വളരെ അടുത്താണ് ഇരിക്കുന്നത്. ഇത് വയൽക്കിളിയാണ്. ഇതിനെ കണ്ടാൽ നമുക്കറിയാൻ പറ്റാം. ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഇതുണ്ടോ, കണ്ടോ, പിന്നെ കണ്ടോ. ഇതൊരു 2 മാസത്തിന് ശേഷമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. അത് ഇന്ന്. അതൊരു ഭയങ്കര സന്തോഷം. രാവിലെ നമ്മളുടെ വീടുകളിൽ ഇതുപോലുള്ള കിളികൾക്ക് നമ്മൾ ആഹാരം കൊടുക്കുക, ഇതൊക്കെ ശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ വളരെ നല്ലതാണ്. മിണ്ടാപ്രാണികൾക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ച് കിളികൾ വഴങ്ങി വന്ന് ഇത് കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ആയാലും മനസ്സിന് വളരെ കുളിർമയേറുന്ന ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ചിലർ ചോദിക്കും, ഇതിന് ആഹാരം കൊടുത്തുകൊണ്ട് എന്ത് പ്രയോജനം നമുക്കുള്ളതെന്ന് ചോദിക്കും. പക്ഷേ അതല്ല, അതുങ്ങൾ നമ്മളെ പ്രതീക്ഷിച്ച് ഇപ്പോൾ ദിവസവും അത് വന്ന് ഇവിടെ കഴിക്കും. പക്ഷേ 2 മാസത്തെ എനിക്കത് 2-3 മാസത്തെ എൻ്റെ പരിശ്രമമാണ് ഇന്ന് ഇത് വിജയിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഈ കിളികൾ പുറത്തുനിന്ന് വരുന്ന കിളികളായിരിക്കാം, വയൽക്കിളികളാണിത്. കുരുവി പോലെയാണ് ഇത്, അധികം വളരുന്ന കിളിയല്ല. പക്ഷേ വളരെ മനോഹരമായിരിക്കുന്നു. എനിക്കും ഭയങ്കര സന്തോഷം. പക്ഷേ ആദ്യം ഞാനിങ്ങോട്ട് വരുമ്പം ഇതിലൊരു ഏകദേശം ഒരു 10 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ 10 എണ്ണത്തിനും കൂടെ അവിടെ ഇരുന്ന് കഴിക്കാൻ ഉള്ള ആ ഒരു ഇതില്ല. എങ്കിലും ഇപ്പം പേടിക്കാത്ത 2 കിളികളുണ്ട്. പക്ഷേ ബാക്കി കിളികളെ തൊട്ടപ്പുറത്തെ മാവിൻ്റെ മുകളിലിരിപ്പുണ്ട്. ഇവർക്ക് 2 പേർക്കും ഭയമില്ലെന്ന് തോന്നുന്നു. ഞാനിവിടെ അടുത്ത് നിൽക്കുന്നിട്ട് അവരവിടെ നിന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ അതുങ്ങൾക്ക് വയറ് നിറഞ്ഞ് 2 പേരും പറന്ന് പോയിട്ടുണ്ട്. ഇനി ബാക്കി കിളികളെല്ലാം വരും. ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് ഒരെണ്ണേ ഞാനിവിടെ തൂക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ താഴെ വേറൊരു ചെടിക്കിടയിൽ ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊരു കിളി പോലും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയ, അവിടെ നിന്ന് അതെടുത്ത് അതും കൂടെ ഇവിടെ കെട്ടി വെക്കുകയാണെങ്കിൽ ആ താഴെ തൂക്കിയിട്ടിരിക്കുന്ന ആ കിളിക്കുള്ള ആഹാരം ഞാൻ മുകളിലേക്ക് കൊണ്ട് ഫിക്സ് ചെയ്യാൻ പോവാണ്. അത് നമുക്ക് നോക്കാം. ഞാൻ താഴെ വെച്ചേക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ.
ഇവിടെ ഞാൻ ദേ ഇവിടെ ഈ ചെടിക്കിടയിലാണ് ഞാൻ കെട്ടി ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒരു കൊന്ന പൂത്ത് നിൽക്കുകയാണ്, അതിനിടയിലാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ ഞാനിപ്പോൾ അഴിച്ചിട്ട് ഈ സാധനം ഇനി ഞാൻ മേലെ കൊണ്ട് കെട്ടിത്തൂക്കും. കാരണം ഇപ്പോൾ അവിടെ ഓൾറെഡി കിളികൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിവിടെ കെട്ടി വെച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതും കൂടെ കൊണ്ട് അവിടെ വെക്കുകയാണെങ്കിൽ കുറേ കിളികൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഒരുക്കി കൊടുക്കും. അതുകൊണ്ട് ഇതൊരു മനസ്സിന് ഇന്ന് രാവിലെ കിട്ടിയ ഒരു വളരെ നല്ലൊരു എനർജി, നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ ഞാനിത് അഴിച്ചെടുക്കട്ടെ ഗെയ്സ്. ബൈ. അപ്പോൾ ഗെയ്സ്, ഞാനിത് കെട്ടി തൂക്കാൻ വേണ്ടി ഞാൻ സിറ്റ് ഔട്ടിലേക്ക് വരുവാണ്. പക്ഷേ കിളികൾ അവിടെ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. അവിടെ നോക്കാം പതുക്കെ. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എല്ലാം ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞെല്ലാം ആ മാവിൻ്റെ മരത്തിൽ തന്നെയാണ് ഉള്ളത്. നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ നമുക്കിത് എത്രയും വേഗം കെട്ടിയിട്ട് മാറിക്കൊടുക്കാം, അവരെ ശല്യം ചെയ്യാതെ. ഇപ്പോൾ കണ്ടില്ലേ ഗെയ്സ്, ഞാൻ 2 ഇവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇനി ഇതുങ്ങൾ വന്ന് ഇത് കഴിക്കാൻ നിറയെ കിളികൾ വരട്ടെ. വന്ന് ഇതുണ്ട്, ഇതിൽ നിന്ന് കൊത്തി തിന്നുമ്പോൾ ഈ താഴെ വീണ് കിടക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഇത് തെനയാണ്. ഇത് അവരെന്ത് ചെയ്യുന്നറിയോ, ഇത് കൊത്തിയിട്ട് ഇതിനകത്തെ പരിപ്പ് കഴിച്ചിട്ട് ഇത് തോട് കളയുകയാണ്. കണ്ടോ, ഇവിടെയൊക്കെ വിരിച്ചിട്ട് തരുന്നുണ്ട് അതിൻ്റെ തോട്. കുഴപ്പമില്ല, കഴിക്കട്ടെ അല്ലേ. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം ഗൈസ്. ബൈ.